അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇത് ദുൽഹജ്ജ് മാസത്തിലെ 4-ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ആശയമാണ്. ഇത് നന്നാക്കി അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ ഇമാം ഖുത്ബ ഓതുന്നത് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കാൻ അവസരം കിട്ടും. ഇനി നമുക്ക് ഖുത്ബയുടെ ആശയത്തിലേക്ക് പോകാം. സൃഷ്ടിയുടെ പ്രകൃതിയെ ക്രമപ്പെടുത്തുന്നതിൽ തൻ്റെ ഹിക്മത്ത് അഥവാ യുക്തി പ്രകടിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും ദിവസങ്ങൾ തുടരുന്ന വിധം തുടർന്നു വരുന്ന ഗുണം അള്ളാഹു വർഷിക്കട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മത പുലർത്തി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. കണ്ണുകളുടെ മഴകൾക്ക് അഥവാ കരച്ചിലുകൾക്ക് എന്തു പറ്റി? അവ പെയ്യാതെ കരയാതെ പോകുന്നു. ഹൃദയരോഗങ്ങൾക്ക് എന്തു പറ്റി? അവ നശിപ്പിക്കുന്നവയാകുന്നു. ആത്മാക്കൾക്ക് എന്തു പറ്റി? നാശത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിലേക്ക് അവ ഓടിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് എന്തു പറ്റി? ബറക്കത്തിൻ്റെ സങ്കേതങ്ങളെ തൊട്ട് അവ തിരിഞ്ഞു കളയുന്നു. മാപ്പ് ലഭിക്കുന്ന വല്ല കാരണവുമാണോ തടയുന്നത്? അതല്ല തെളിയുന്ന ചിന്ത വലയം വെക്കുന്ന ലക്ഷ്യവുമാണോ? അത്യുദാനത്തിൻ്റെ സ്ഥലത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒന്നുകൊണ്ടുള്ള കളിയാണോ? അതല്ല ദുനിയാവ് തുടർന്നു കൊണ്ടിരിക്കുന്നതിലുള്ള സന്തോഷമാണോ? അത് അല്പം കഴിഞ്ഞാൽ അകലുന്നതാണ്. വിളി കേൾപ്പിച്ചിട്ടുണ്ട്. ചെവികളിൽ അടപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ മരുന്ന് ഫലപ്രദമായിട്ടുണ്ട്. ആത്മാക്കളിലേക്ക് ലക്ഷ്യങ്ങളാൽ അത് ഉദ്ദേശിച്ച പോലെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ രാത്രിയിലും പകലും ബുദ്ധിമാന്മാരിൽ അറിവുകളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട്. കണക്ക് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളിൽ അനുഗ്രഹങ്ങളെയും ശിക്ഷകളെയും വ്യാപകമാക്കിയിട്ടുണ്ട്. മരണം അതിനു മുമ്പുള്ള സർവ്വ വിപത്തുകളെയും മൂടിക്കളഞ്ഞിട്ടുണ്ട്. മരണം കൊണ്ട് അള്ളാഹു മനുഷ്യരിൽ അവൻ്റെ നീതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ദുനിയാവിനെ സേവിക്കുന്നവൻ ഉറപ്പിക്കുക, അതിനെ തേടുന്നവൻ ഒഴിവ് കഴിവ് പറയുക, അതിനെ പിൻപറ്റുന്നവൻ എന്തിന്മേലാണ് നിലകൊള്ളുന്നത്, അതിനോട് വിവാഹാഭ്യർത്ഥന നടത്തുവാൻ അവലംബിക്കുക, അതിൻ്റെ അനന്തര ഫലങ്ങൾ അവനെ പെട്ടെന്ന് ആക്രമിക്കുവാൻ അതിൻ്റെ തേറ്റകൾ വെളിപ്പെട്ടിട്ടുണ്ട്. പരിഹാസത്തിൻ്റെ പ്രഭാതത്തിൽ അതിൻ്റെ ഇരുളുകൾ അവനിൽ വെളിവായിട്ടുണ്ട്. വഞ്ചനയെ സത്യമാക്കിയതിനെക്കുറിച്ച് അതിൻ്റെ കളവുകൾ അവനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. രൂപപ്പെടുത്തുന്നവൻ്റെ ചിത്രങ്ങളുടെ രൂപങ്ങൾ കൊണ്ട് അവയുടെ അത്ഭുതങ്ങൾ അവൻ്റെ മേൽ അപരിചിതമായ രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. ദുനിയാവിനാൽ വഞ്ചിക്കപ്പെട്ടവൻ ആസന്നമാകുന്ന മരണത്തെയും അവനെ അറസ്റ്റ് ചെയ്യുന്ന മരണത്തെയും അവനെ മറച്ചു കളയുന്ന ഖബറിനെയും അവൻ വെറുക്കുന്ന സ്ഥലത്തെയും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അട്ടഹാസത്തെയും ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഊത്തിനെയും അവൻ്റെ അരികിൽ വരുന്ന അനിവാര്യതയെയും അവനെ ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കാരനെയും
അവനെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി തന്നവനിലേക്കുള്ള അഥവാ അള്ളാഹുവിലേക്കുള്ള മുന്നിടലിനെയും ഉറപ്പിച്ചു കൊള്ളട്ടെ. സത്യത്തിന് കേൾവിയെയും ഹൃദയത്തെയും കീഴടക്കി കൊടുത്തവന് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. കുറ്റങ്ങളിൽ നിന്നും കഴിഞ്ഞു പോയതിൻ്റെ മേൽ അദ്ദേഹം കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. പരിധി വിടുന്ന തൻ്റെ ആഗ്രഹങ്ങളെ മരണസ്മരണയിലൂടെ അദ്ദേഹം ഒരു കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പരലോകത്തിന് വേണ്ടി ഭക്ഷണം അഥവാ സൽക്കർമ്മങ്ങൾ ശേഖരിക്കുന്നതിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല. ഉപദേശം വാളിനേക്കാൾ ശക്തമായി തൻ്റെ അവയവങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. യാത്രയാക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അഥവാ മയ്യിത്ത് കട്ടിലിൽ വെച്ച് 4 ഭാഗങ്ങളായി വീതിച്ചെടുക്കുന്നതിൻ്റെയും ഒഴിഞ്ഞ ഭൂപ്രദേശത്ത് ഖബറ് സൃഷ്ടിച്ച് അതിൽ വെച്ച് യാത്ര പറയുന്നതിൻ്റെയും അന്ത്യദിനത്തിൻ്റെ കൊട്ടലുകൾ അവൻ കേൾക്കുന്നതിൻ്റെയും അന്ത്യദിനം അതിൻ്റെ ആളുകളാൽ മേലോട്ടും താഴോട്ടും ഇളകി മറിയുന്നതിൻ്റെയും തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കുറ്റങ്ങളുടെ അളവിനാൽ കുറ്റവാളി പ്രയാസപ്പെടുന്നതിൻ്റെയും തനിക്ക് സ്ഥിരപ്പെട്ട ശിക്ഷയെ പ്രതിരോധിക്കുവാൻ അവന് സാധ്യമാവാതിരിക്കുന്നതിൻ്റെയും മുമ്പാണ് ലക്ഷ്യം മനസ്സിലാക്കി അവൻ പ്രവർത്തിച്ചത്. അള്ളാഹുവിൻ്റെ അടിമകളെ, ഉപകാരത്തെ ഉപദ്രവത്തിന് പകരമായി വിറ്റവരിൽ നിങ്ങൾ ആവരുത്. തങ്ങളുടെ നൈരാശ്യത്തിന് വേണ്ടത്ര കൃഷി അവർ കൊയ്തെടുത്തിട്ടുണ്ട്. അവർ ഭൗതിക ജീവിതത്തിൽ പ്രവർത്തനം പിഴച്ചു പോയവരാണ്. പക്ഷേ പ്രവർത്തനത്തെ നന്നാക്കുന്നവരാണ് അവരെന്നവർ ധരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ദുനിയാവിനോടുള്ള കൊതിയാകുന്ന മറയെ അള്ളാഹു മുറിച്ചു കളയട്ടെ. ആദ്യം തന്നെ ഉള്ളവനും അവസാനം അവശേഷിക്കുന്നവനുമായ ഒരുവന്റെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി താൻ എന്താണ് മുൻകൂർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ്. അള്ളാഹുവിനെ മറന്നു കളയുകയും അങ്ങനെ അവർക്ക് അവരെ തന്നെ അവൻ മറപ്പിച്ച് കളയുകയും ചെയ്തിട്ടുള്ളവരെ പോലെ നിങ്ങൾ ആകരുത്. നിശ്ചയം അങ്ങനെയുള്ളവർ തന്നെയാണ് ദുർനടപ്പുകാർ. സൂറത്ത് ഹശറിലെ 18-19 നമ്പറിലുള്ള ഈ ആയത്തുകളോടെയാണ് ഈ ഖുതുബ അവസാനിക്കുന്നത്. അള്ളാഹു നന്മയിലേക്ക് മുൻകടക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.